പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ പ്രസൻ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അതിൻ്റെ അടുത്ത ടെൻസായിട്ടുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് ഇന്ന് പഠിക്കാനുള്ളത്. നമുക്കറിയാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറയുന്ന സമയത്ത് നാം ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെയ്യുന്ന പ്രവൃത്തി കുറച്ച് സമയം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അത്തരം പ്രവൃത്തികൾ, അത്തരം ആക്ഷൻസാണ് നാം പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടരുന്നു എന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സിമ്പിൾ പ്രസൻ്റാണ്, പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ തുടർന്നുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ 3 കാര്യമാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടാവും, സഹായക ക്രിയ. ഏതൊക്കെയാണ്? ഈസ്, ആറ്, ആം. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, ആകുന്നു എന്നാണ്. ആം അതിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഈസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലോ ആർ ഉപയോഗിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന വേർബ് ഫോം, ING ഫോമിലായിരിക്കും. ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, ലുക്ക് ലുക്കിംഗ്, വാക്ക് വാക്കിംഗ്, സിറ്റ് സിറ്റിംഗ്, സ്റ്റാൻഡ് സ്റ്റാൻഡിങ്, മേക്ക് മേക്കിംഗ്, ക്യാച്ച് ക്യാച്ചിങ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ അവസാനം നമ്മൾ ING ആഡ് ചെയ്യും, ING കൂട്ടിച്ചേർക്കും. അങ്ങനെയാണ് നമുക്ക് ആകുന്നു, ഉണ്ടാകുന്നു, ഉണ്ടായിരുന്നു, പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എഴുതിയ എക്സാമ്പിൾസ് നോക്കാം, എങ്ങനെയാണ് നമ്മളിവിടെ എക്സാമ്പിൾസ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഇവിടെ ഐ ആം ഡ്രൈവിംഗ് എ കാർ. ഇവിടെ നമ്മൾ ഐ വന്നത് കൊണ്ടാണ് ആം വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ വേർബ്സുകളും, ഇവിടെ ഉപയോഗിച്ച എല്ലാ വേർബ്സും നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ING ഉണ്ട്, 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 ഇവിടെ ING ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ്, ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്, ഏതാണോ ഹെൽപ്പിംഗ് വേർബ് സബ്ജക്റ്റിനനുസരിച്ചിട്ട്, പിന്നെ വേർബിൻ്റെ ING ഫോം, പിന്നെ നമുക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റുകളൊക്കെ ഇവിടെ നൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഐ ആം ഡ്രൈവിംഗ് എ കാർ. ഞാനൊരു കാറ് ഡ്രൈവ് ചെയ്യുകയാകുന്നു. ഇനി അടുത്തൊരു സെൻറ്റൻസ് ഐ വെച്ച് വേണമെങ്കിൽ പറയാം. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കുകയാകുന്നു. ഐ ആം ഹെൽപ്പിംഗ് മൈ ബ്രദർ. ഞാൻ എൻ്റെ ബ്രദറിനെ സഹായിക്കുകയാകുന്നു. ഞാൻ പറയുന്നു ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നു. ഞാൻ സ്കൂളിലേക്ക് പോവുകയാകുന്നു. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോവുകയാകുന്നു. ഐ ആം വാഷിംഗ് മൈ ഡ്രസ്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു, ഐ വന്നാൽ ആം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വേർബുകൾ ഒക്കെ ING ഫോമിലായിരിക്കണം. അതുപോലെ വി ആണ് വന്നിരിക്കുക. വി എന്ന് പറയുന്നത് ഞങ്ങൾ എന്നാണ്. അതുകൊണ്ട് പ്ലൂരൽ ആയതുകൊണ്ട് ഇവിടെ എന്തുപയോഗിച്ചു? ആർ ഉപയോഗിച്ചു. വി ആർ ഗോയിങ് ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാകുന്നു. ഇനി ഇവിടെ യു, അതും പ്ലൂരലാണ്. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നർത്ഥം. പക്ഷെ ഇവിടെ ആർ വന്നു, പ്ലൂരൽ ആയതുകൊണ്ട്. യു ആർ പ്ലേയിങ് ഫുട്ബോൾ. നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയാകുന്നു. അതുപോലെ ഹി, അവൻ, അദ്ദേഹം. ഹി ഈസ് ഡ്രിങ്കിങ് ടീ. ഹി ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ എന്തുപയോഗിച്ചത്? ഈസ് ഉപയോഗിച്ചത്. അതുപോലെ അടുത്തത് ഷി, അവൾ. അവൾ ഡ്രസ്സ് അലക്കുകയാകുന്നു, കഴുകുകയാകുന്നു. അപ്പോൾ അവൾ എന്ന് പറഞ്ഞാൽ ഷി എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, അതുകൊണ്ട് ഇവിടെ ഈസ് ഉപയോഗിച്ചു. ഇനി ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവർ, ദേ ആർ വാച്ചിങ് TV. അവർ TV വാച്ച് ചെയ്യുകയാകുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു മൈ ഫ്രണ്ട് ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. മൈ ഫ്രണ്ട് എത്ര ആളാണ്? ഒരാളാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈസ് ഉപയോഗിച്ചത്. ഇനി അല്ല, മൈ ഫ്രണ്ട്സ് ആർ റൈറ്റിംഗ് എ ലെറ്റർ. കാരണം എന്താണ്? മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്,
അതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിച്ചത്. മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ്. എൻ്റെ ഫ്രണ്ട്സുകൾ, എൻ്റെ സുഹൃത്തുക്കൾ പുറത്ത് കാത്തു നിൽക്കുകയാകുന്നു. അതുപോലെ ടീച്ചേഴ്സ് ആർ അറ്റൻഡിങ് ദ മീറ്റിംഗ്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറലാണ്, അതുകൊണ്ടാണ് അവിടെ ആറ് നമ്മൾ ഉപയോഗിച്ചത്. അതേസമയത്ത് ഞാൻ പറയുന്നു മൈ മദർ ഈസ് കുക്കിംഗ് ഫുഡ്. എൻ്റെ അമ്മ ഭക്ഷണം പാചകം ചെയ്യുകയാകുന്നു. കാരണം എന്താണ്? മദർ സിംഗുലറാണ്, അതുകൊണ്ടാണ് അവിടെ ഈസ് ഉപയോഗിച്ചത്. അതുപോലെ ഡോക്ടേഴ്സ് ആർ ചെക്കിംഗ് ദ പേഷ്യൻറ്റ്. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആർ ഉപയോഗിച്ചത്. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. ഇതുപോലെ കുറേ എക്സാമ്പിളുകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.